ഇതന്നെ എന്തായാലും നമ്മള് 2 മാസം കഴിഞ്ഞാത്ത പുറത്ത് ഇറങ്ങണ അല്ലേ? നാളെക്കാർക്ക് 2 മാസമായി നമ്മള് പുറത്ത് കയറിയിട്ട്. പക്ഷെ ഇനിയിപ്പോ ഇവിടെ വാടക കൊടുക്കാൻ വീടുകളില്ലേ, ആരും കൊടുക്കണില്ല. അതന്നെ ഇപ്പൊ സെബിനക്ക് കിട്ടൂലെന്ന് വിചാരിച്ചിരിക്കുന്നു. പുതിയൊരു വീട് ഇതേപോലെ പക്ഷെ വാടകയും കുറവില്ലേ, 6000 രൂപയാണ്. അതിനങ്ങനല്ല, വീട് കിട്ടണ്ടേ. ചങ്ങനാശ്ശേരി എങ്ങനെ 5 കിലോമീറ്റർ കുറവുണ്ടാവും. ഇങ്ങനെ പോകുമ്പോ 5 കിലോമീറ്റർ കുറവുണ്ടാവും. നോക്കണ്ട, കുറവ് നോക്കണ്ട, റോഡ് നല്ലതല്ലാന്നല്ലേ. ഏത് ANSS കോളേജാ സിനു പറയുന്നേ? ഹൈവേ റോഡ് കൂടെ പോവാം. നമ്മളിപ്പോ ലുലു മാൾക്ക് വന്നതാട്ടോ. അവിടെ പഴയ പോലത്തെ കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉള്ളൊക്കെ കയറിയിട്ടില്ല, ഇനി ഉള്ളൊക്കെ കയറണം. അപ്പൊ കുട്ടിക്ക് പാലെടുക്കാൻ വേണ്ടിട്ട് നമ്മള് വണ്ടിയിൽ തന്നെ മരുമകളും കുട്ടിയും കൂടി ഇരിക്കുകയാണ്. അപ്പൊ നമ്മള് അങ്ങനെ പുറത്ത് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നിർത്തിയതാണ്. ചെറിയ മകനുണ്ട്, ഭർത്താവ് അതായത് കാക്ക രാവിലെ വന്നതായിരുന്നു. എനിക്കൊരു കാലുവേദനയും കൈവേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളിവിടെ ടെസ്റ്റൊക്കെ നടത്തി. അപ്പൊ കയ്യില് കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പൊ ഈ കാലുവേദന ഞരമ്പിന്റെ ഡോക്ടറെ കാണിക്കാൻ വിചാരിച്ച് വന്നതാണ്. മരുന്നൊന്നും നമ്മൾ ആദ്യം തന്നെ വാങ്ങാൻ ഉദ്ദേശിച്ചില്ല. മരുമകള് പറഞ്ഞിരുന്നു മരുന്ന് വാങ്ങണ്ട, പിന്നെ നമുക്ക് എന്താണെന്ന് അറിയാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഡോക്ടറെ എടുത്തത്. അപ്പൊ പിന്നെ ഞരമ്പിന് നീരിറങ്ങാന്നാ പറഞ്ഞത്. മരുന്ന് വാങ്ങിയിട്ടില്ല, ഈ ഹോമിയിൽ തന്നെ തുടരാന്ന് വിചാരിച്ചിട്ട് മരുന്ന് വാങ്ങാതെ പോന്നും ചെയ്തിട്ട. ഞങ്ങൾ ആദ്യമായിട്ടാ കുട്ടിയേക്ക് പുറത്തിറങ്ങിയ. കുട്ടിക്ക് ഭയങ്കര സന്തോഷമാണ് ഇത്. റെസ്റ്റോറൻറ്റിലൊന്നും വല്ലാതെ തിരക്കൊന്നുമില്ല കേട്ടോ. ഇപ്പൊ കാലിയായി കിടക്കുക എന്നാണ് പറയാൻ. ലുലുമാളിനെ സംബന്ധിച്ചിടത്തോളം കാലി തന്നെയാണ്. നമ്മള് ഇവിടേക്ക് ടോയ്ലറ്റിലേക്കും ഇതിനൊക്കെ കൂടി കയറിയതാണ്. ലാസ്റ്റ് പോകുമ്പോ എന്തെങ്കിലും കഴിക്കുക. നമുക്ക് രാത്രി ആകുമ്പോ കോട്ടയത്തിന് തിരിച്ചെത്തണം. രാവിലെ ഡ്യൂട്ടിക്ക് പോകാനാണ് വരുന്നത്. എൻ്റെ എക്സിലേറ്ററാണിത്. ഇവിടെ ഭയങ്കര തിരക്കൊക്കെ കുറവാട്ടോ. നല്ല സൂപ്പറായിട്ടുള്ള കാഴ്ചയാണ് ഇവിടെ. അതുകൊണ്ട് ഇവിടുത്തെ കാഴ്ചകൾ വളരെ ആളുകൾ കുറവാണ്. നല്ല വീഡിയോ എടുക്കാൻ പറ്റിയിട്ട് നല്ലൊരു ചാൻസാണത്. അപ്പം ആള് കുറവാണ്. ഷോപ്പിങ്ങിലൊന്നും ആള് തന്നെ ഇല്ല അങ്ങനെ പറയാം. പിന്നെ ടെസ്റ്റിങ്ങില് ആ ഹോട്ടലിലാണ് കാണുന്നത്. കാക്ക കുട്ടീനായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ എക്സിലേറ്ററിന്റെ അതിലൂടെയൊക്കെ ഒന്ന് വയ്ക്കാണ്ട് വീഡിയോ എടുത്തിട്ട് വരാൻ വിചാരിച്ചു. പക്ഷെ നിസ്കരിക്കാനൊന്നും ഇപ്പൊ ഇവിടെ ഇത് തുറക്കൂല. അറിഞ്ഞിട്ട് അതിന് ശേഷം നിസ്കരിക്കാനൊക്കെ പ്രയാസമാണ്. പെട്ടെന്ന് ഏതായാലും ഞങ്ങള് റൂമിലേക്ക് തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. ജസ്റ്റ് കുറേ ദിവസം നമ്മള് വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ ഒന്ന് പുറത്തിറങ്ങി വന്നെന്നുള്ള ഇതേ ഉള്ളൂ. ആ ഭയങ്കരിക്കണല്ലോ യേശുക്കുട്ടി.
ഇവിടെ വെച്ചാൽ നമ്മൾ വരുമ്പോൾ തന്നെ കറിയും ബീഫൊക്കെ കയറിന് നമ്മൾ ഗ്ലൗസ് ഇടണം. അത് അവിടുന്ന് തന്നെ നമ്മൾ ഗ്ലൗസ് ഉണ്ടല്ലോ, അത് അവിടുന്ന് ഫ്രീ ആണ് കേട്ടോ. അത് ഇവിടെ കയറുമ്പോൾ തന്നെ തരുന്നുണ്ട്. ഒരു കോട്ടയത്ത് ആയാലും ഹോസ്പിറ്റലിലും വലിയ ചെട്ടിങ് അടുപ്പും ഒന്നും വല്ലാതില്ല. അതായത് പിന്നെ സാനിറ്റൈസർ ഉപയോഗിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ നോർമലി പൊതുവെ കുറവാണല്ലോ, അതുകൊണ്ടായിരിക്കും. അപ്പൊ ഞങ്ങൾ കടയിൽ നിന്ന് ചിക്കനും വാങ്ങിച്ച് പുറത്ത് കിടന്നേക്കാം. ചെറിയൊരു പോയിന്റ് ഇടാൻ വേണ്ടി രാത്രി കഴിക്കാനുള്ള ചിക്കനും അതിനൊക്കെ വാങ്ങി. അതേപോലെ തന്നെ വണ്ടിയിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇതിൻ്റെ പീസും ഒരു സെറ്റ് ഉണ്ടല്ലോ, അതൊരു സെറ്റ് വാങ്ങിച്ചു. അത് നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത സംഗതിയല്ലോ. അവരൊക്കെ അറിയില്ല. ൊക്കില്ല ബില്ലിട്ടൊക്കെ കഴിയാൻ നേരത്തെ നമ്മള് ഓരോ ബാസ്ക്കറ്റ് അതിൽ നിർത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒന്ന് ബാസ്ക്കറ്റ് പുറത്ത് കൊണ്ടുപോകാൻ പറ്റൂല, ട്രോളി കാണണം. അപ്പൊ ഞാനൊരു ട്രോളി എടുക്കാൻ വേണ്ടി വന്നാണ്. അപ്പൊ നമ്മള് പീസ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ വണ്ടിയിൽ തന്നെ വെച്ചതാ. അപ്പൊ ഞാനിത് വരുമ്പോ നമ്മളത് ഇവിടെ നോക്കെടുത്ത് കൊടുക്കൊക്കെ വേണേൽ വിചാരിച്ച് വണ്ടിയിൽ തന്നെ വെച്ച് പോകുന്നതാണ്. അതുകൊണ്ടിപ്പോ ട്രോളിക്ക് വന്നതാണ്. ഇപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടാണ്. വീട്ടിൽ വെച്ചാൽ നമ്മൾ താമസിക്കണ തിരച്ച്. അപ്പോൾ നമ്മൾ അവിടുന്ന് വാങ്ങിയ ചുട്ട കോയും കുബൂസുമാണ്. പിന്നെ മയോണീസ് വീട്ടിലുണ്ടാക്കിയതാണ്. കൊക്കോക്കോല നമ്മൾ അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചതാട്ടാ. അപ്പോൾ ഞങ്ങൾ ഒരു സെറ്റ് കുബൂസും ചിക്കനൊക്കെ കൂടുതലൊരു സെറ്റ് വാങ്ങിയിരുന്നു. അപ്പോൾ അതിൻ്റെ പാത്രമാട്ടത് പാള കൊണ്ടുണ്ടാക്കിയതാണ്. വലിയ നാട്ടിൽ എന്താ പറയുന്നറിയില്ല. ഇത് ഞങ്ങൾക്കിന്ന് ഉച്ചയ്ക്ക് ചിക്കനായിരുന്നു. അപ്പോൾ ചിക്കൻ പൊരിച്ചതും ആണത്. ഇത് പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒരു ഇത് വാങ്ങിച്ചിട്ടിട്ട് അപ്പോൾ ഇത് പൊട്ടിച്ചിട്ടില്ല. നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഹോട്ടലുണ്ടായപ്പോൾ അതന്നെ പൊട്ടിച്ചത് കഴിഞ്ഞതിന് ശേഷം എടുക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മളെ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്സ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.